ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചോദിക്കുന്നുണ്ട്, 3-4 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഒരു മിഷ ചന്ദ്രൻ നമുക്ക് ഫോണിൽ തന്നെ ഒരു മെസ്സേജായിട്ട് തന്നെ ചോദിച്ചു, വീഡിയോസ് ഒന്നും കാണുന്നില്ല, അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. കാരണം എന്താണെന്ന് ലിസ പറയും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എൻ്റെ ദേഹത്തൊരു ഇല വീണിരുന്നു. ഒരു തെങ്ങിൻ ടോലയാണ്, ചെറിയൊരു തെങ്ങിൻ ടോല. അതിൻ്റെ ആയിട്ടുള്ള ശരീര പ്രശ്നങ്ങളൊക്കെ ഇന്ന് നേരിടുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാറയിൽ പോയപ്പം ആ പാമ്പിനെ കണ്ട സമയത്ത് ഞാൻ കൈക്ക് പിടിച്ച് വലിച്ചറിയാതെ, അപ്പം അങ്ങനെയും പിന്നെ കണ്ടിന്യൂസ് ക്ലാസ്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരിക്ക് വയ്യ. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുമൂലപുരത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നതാണ്. ഈ തിരുമൂലപുരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂരിനും തിരുവല്ലായ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അതായത് തിരുവല്ലായിൽ നിന്ന് ചെങ്ങന്നൂരിന് പോകുന്ന റൂട്ടിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഞാനും ലിസയും ജനിച്ചതും വളർന്നതും ഞങ്ങളുടെ സ്കൂൾ ജീവിതവും എല്ലാം ഈ തിരുമൂലപുരത്തായിരുന്നു. അവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റ്, പുതിയതല്ല, 1.5 വർഷം പഴക്കമുണ്ട്. അവിടെ ഭയങ്കര റേറ്റും കാര്യങ്ങളും ഒക്കെയാണെന്ന് കണ്ടിട്ട് ഞാൻ ഇത്രയും നാൾ കയറാതിരുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്താണേലും ഞാൻ അവിടെ നിന്ന് കയറാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. ഗൈസ്, നമുക്ക് ഒരു രക്ഷയില്ല. നമുക്ക് പിള്ളേരെയും കൊണ്ട് വരാനും നമുക്ക് സേഫായിട്ട് ഫുഡ് കഴിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. അവർ രണ്ടുപേരും മൊത്തത്തിൽ എൻജോയ് ചെയ്തിരിക്കുന്നു. കാരണം TV ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡപ്പാങ്കൂത്ത് കുറച്ച് പാട്ടുകളുണ്ട്. ഈ ഡപ്പാങ്കൂത്ത് പാട്ടുകൾ ഗൗരി കണ്ടാൽ എവിടെ നിന്നാലും ചിലപ്പോൾ നമ്മൾ ശരിക്കും നാണം കെട്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാലും പുള്ളിക്കാരി പിന്നെ അങ്ങ് ഡാൻസാണ്. എവിടെ നിന്നാലും അവൾ പരിസരമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. ഈ ഡപ്പാങ്കൂത്ത് എനിക്കറിയത്തില്ല എവിടെ നിന്നാന്ന് ഇരച്ചറിയത്തില്ല. എന്തോ ഈ ബാധയൊക്കെ കയറുന്നത് പോലെ ആയിരിക്കും പുള്ളിക്കാരിയുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും ഉള്ള ഒരു വലിയ ഡൗട്ടാണ്, ഞാനും ലിസയും ലവ് മാരേജ് ആണോ എന്നുള്ളത്. ഞാനും ലിസയും ലവ് മാരേജ് അല്ല, ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ്. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒന്നാമത്തെ ഡൗട്ട്. ഇനിയിപ്പം ഫാനുവിന് എന്തോ പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഹോട്ടലിലേക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അങ്ങനെ ഫാനു പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം പറഞ്ഞാലും കുഞ്ഞ് ഉറക്കത്തിലാണെങ്കിലും ഇപ്പം ഞെട്ടി എണീച്ചിട്ട് പറയുന്നത്, ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഉറക്കത്തിലും കുഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയില്ല ഇതിൻ്റെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു എലിഫന്റ് കഴിക്കാൻ വന്നത് ആണ്. അങ്ങനെ കുറച്ച് നേരത്തെ ഗവേഷണത്തിന് ശേഷവും സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷവും അവരൊരു നിഗമനത്തിലെത്തി. ഒരു ഹാഫ് അൽഫാം ഓർഡർ ചെയ്തു. പിന്നെ ചോദിക്കുന്നതാണ്, ലിസ ക്രിസ്ത്യൻ ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഡൗട്ട്. ഞാൻ ക്രിസ്ത്യൻ അല്ല, ഞാൻ ഹിന്ദുവാണ്. ഞങ്ങൾ രണ്ടുപേരും ഹിന്ദു കാറ്റഗറിയിൽ പെട്ടവരാണ്. പിന്നെ ഇതിനിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നുമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ് അടിസ്ഥാനം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത ഗോൾ എൻ്റെ പോസ്റ്റിലാണ്. ഈ ക്യാമറ എൻ്റെ കയ്യിലേക്ക് തന്നു. എവിടെ പോയാലും കുറേ ഫോട്ടോ എടുപ്പ്, അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. കാരണം അണ്ണൻ പറയുന്ന അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്, നാളെ കാണാം, 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അറിയാം, ആ പാസ്റ്റ് നമുക്ക് മൈൻഡിൽ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ് അണ്ണൻ്റെ കൺസെപ്റ്റ്. ഞാനും അതിനോട് ഇപ്പം യോജിക്കുന്നു. അങ്ങനെ കുറേ നേരം വായി നോക്കി വെള്ളവും വിഴുങ്ങി വായി പണ്ടാരടങ്ങിയിരുന്നപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു. രാഹുൽ എന്നാണ് ഈ പയ്യൻ്റെ പേര്. ഈ പയ്യനാണ് നമുക്ക് ഓർഡറൊക്കെ എടുത്ത് റിസീവ് ചെയ്തത്. അതിൻ്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്കും പിള്ളേർക്കും ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഇളക്കം തട്ടാൻ തോന്നി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. എല്ലാവർക്കും, അതായത് നമുക്ക് മെസ്സേജ് അയക്കും, എനിക്കും മെസ്സേജ് അയക്കും, ലിസയ്ക്കും മെസ്സേജ് അയക്കും. ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് റിപ്ലൈയും ചെയ്യും എല്ലാവർക്കും. പിന്നെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലവ് മാരേജ് ആണോ? അല്ല, നമ്മുടെ ലവ് മാരേജ് അല്ല. എൻ്റെ അപ്പാപ്പൻ്റെ മകൾ കെട്ടിയേക്കുന്നത് ലിസയുടെ അപ്പാപ്പൻ്റെ മകനെയാണ്. അങ്ങനെ ഉള്ള അറേഞ്ച്ഡ് മാരേജാണ്. അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളെ ഇഷ്ടമായിരുന്നു.
അപ്പോൾ അങ്ങനെ ആലോചിച്ച ഒരു കല്യാണമാണ്. അത് തന്നെയല്ല 2-3 പ്രാവശ്യം വന്നിട്ട് പോയ ഒരു കല്യാണാലോചനയായിരുന്നു ഞങ്ങളുടേത്. പിന്നെ ഇതിനിടയിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾക്ക് യൂട്യൂബിൽ 3519 പേര് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ദിവസത്തിന് ദിവസം വളർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് ഈ ഒരു അവസരത്തിൽ ഞാൻ വളരെയധികം നന്ദി നിങ്ങളോട് പറയുന്നു. പിന്നെ നമ്മൾ തമ്മിൽ നന്ദി പറഞ്ഞ് ചെറുതാകേണ്ട കാര്യമില്ല. കാരണം പിന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുതുക്കൂത്ത് കാണാനല്ല നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്, ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കാണാനാണെന്ന് നല്ല വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. എനിവേ എന്താണേലും അതിൻ്റെ കൂടെ വാഴ നനയിൻ്റെ കൂടെ ചേരയുടെ നനയുമല്ലോ എന്നുള്ള ആശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എനിവേ ഇനിയാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വായ്ത്താളമൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ ചെയ്ത ഫുഡ് വന്നു. പറയടി. നമ്മൾ ഓർഡർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഹാഫ് അൽഫാമാണ് ഓർഡർ ചെയ്ത്. ഹാഫ് അൽഫാം വന്നു. 2 പൊറോട്ടയും കൂടെ എക്സ്ട്രാ പറഞ്ഞായിരുന്നു. കാരണം ഭാനുവിന് പൊറോട്ട മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഭാനുവിന് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസിനിട്ടിട്ടുള്ള അടികളായിരുന്നു. പിന്നെ മയണൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്, പിന്നെ ഒരു സലാഡുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ 2 കുബൂസും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് വന്നതിൻ്റെ ഇനിയും വീതം വെപ്പാണ് അടുത്തത്. ആദ്യം ലിസയ്ക്ക് സലാഡ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ലിസ സലാഡിലേക്ക് ആദ്യം വീഴുകയായി. ആള് ഭയങ്കര ഒരു പീസൊക്കെ എടുത്ത് കൈവച്ചിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. പക്ഷേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ടതിനു ശേഷം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, ഞങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ മെസ്സേജ് ചോദിക്കാറുണ്ട്. ഞാനൊരു നേഴ്സാണ്. അപ്പം അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ പല വീഡിയോസിലും അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇത് പാരാമെഡിക്കൽ കോഴ്സാണ്. അവിടെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി മാത്രം പറയുവാണ്. ഞാൻ പറഞ്ഞോളാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമല്ല ലൈഫിലുള്ളത്. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ കമൻറ്റ് ഞങ്ങളുടെ കഴിഞ്ഞ ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയ്ക്ക് 4000 പേര് കണ്ടു കഴിഞ്ഞു. അതിനകത്ത് 2 പേരാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. പിന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 2 പേർക്ക് വേണ്ടി പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെ പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവരുമാണ്. അത് ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറയുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. പലരും പല രീതിയിലാണ് അവരുടെ സങ്കടങ്ങളെ സപ്രസ് ചെയ്യുന്നത്. ഞങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെയുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയും സമയം കൂടെ അങ്ങ് പോവാണ്. നമുക്ക് അത്രയും സമയങ്ങൾ പോകുന്നു. നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ അല്ലെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾ ഓരോ കമൻ്റ് ഇടുമ്പോഴും നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും മക്കളും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക. ഇനിയും ഞാൻ ഇത്രയും മാന്യമായിട്ട് നിങ്ങളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല ഇനിയും. കാരണം ഞാനൊരു നേഴ്സാണ്. എനിക്ക് നല്ലതായിട്ട് നിങ്ങൾ പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ട് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വലിച്ചും ഗുണിച്ചും ഹരിച്ചും എല്ലാം പറയാനായിട്ട് കഴിവുള്ള നല്ലൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ പോലും കഴകത്തില്ലാത്ത നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരരുത്. ഇങ്ങനെ ഒരു കാര്യം 2 പേർക്ക് വേണ്ടി പബ്ലിക്കായിട്ട് പറഞ്ഞതിനകത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പബ്ലിക്കായിട്ട് തന്നെ പറയണം. കാരണം പാത്തിരുന്ന് പറയേണ്ട ഒരവസ്ഥ നമുക്കില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊന്നും വൾഗറായിട്ട് ഈ വീഡിയോസ് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ മാന്യതകളും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പഴമക്കാർ പറയുന്നതാണ് ചൊല്ലും ചോറും കൂടെ കൊടുക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ഇത്രയും ഒരു കാര്യം പറയാനായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ
ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് തന്നെ. പിന്നെ കുഞ്ഞ് സോസിനായിട്ടൊക്കെ ഭയങ്കര വഴക്കാണ്. അപ്പം അതിൻ്റെ സൈഡ് നമ്മൾ പുറത്തുനിന്ന് സോസ് ഒന്നും കൊടുക്കാറില്ല. മൈനസും സോസും നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കൊടുക്കാറില്ല, വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു സോസിന് കിഡ്നി സ്റ്റോണൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ ഇരുന്നൊരു പ്രബന്ധം തന്നെ തയ്യാറാക്കേണ്ടി വന്നു. അത്രയ്ക്ക് സംശയങ്ങളും ചോദ്യങ്ങളുമാണ് അവർ രണ്ടുപേരും. കൊച്ചു പിള്ളേരുള്ളവർക്ക് പൊതുവെ അറിയായിരിക്കും പല ഡൗട്ടാണ് പിന്നെ ഒരു കാര്യത്തിൽ വരുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് 10 മറുപടി അവർ തരും. പിന്നെ നമുക്ക് എന്തും സഹിക്കാം. ഈ കൊച്ചിരി ഇപ്പം ഇരിക്കുന്നില്ലേ, ഇതിനെ ഭാനുവിനെയാണ് നമുക്ക് ഒരു കാരണവശാലും സഹിക്കാൻ മേലാത്തത്. കാരണം അവൾ പിടിച്ചാൽ പിടിച്ചടവും കൊണ്ടേ അവൾ പോകത്തുള്ളൂ. അങ്ങനൊരു ക്യാരക്ടറാണ് അവളെ. ഗൗരി വേണോന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ സോസ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ എന്തിനാ സാധനം അവിടെ വെച്ചേക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഇവരുടെ മുന്നേ തലകുത്തി നിൽക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഗൗരി മുദ്രകളൊക്കെ കാണിച്ചു തുടങ്ങി. ഇന്നലെ ഗൗരി എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോകണം, എനിക്ക് അൽഫാമല്ല ഫുഡ് വേണം എന്നോട് പറഞ്ഞു. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയ ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ആ ഡ്രസ്സോടുകൂടി തന്നെ ഞങ്ങൾ വരികയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഫുഡെന്ന് വെച്ചാൽ വേറെ ലെവലാണ്, സൂപ്പർ ഫുഡാണ്. നിങ്ങളെല്ലാവരും വരണം, ഒന്ന് ടേസ്റ്റ് ചെയ്യണം. തിരുമൂലപുരം ജംഗ്ഷനിൽ തന്നെയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അടുത്തത് ഫുഡാണ്. അടിപൊളി കലക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും അയ്യോ പാവം കുഞ്ഞുങ്ങൾ എല്ലാം തന്നെ ചെയ്യുന്നത്. ആദ്യത്തെ മൂച്ച് മാത്രമേ ഉള്ളൂ, പിന്നെ പണി മൊത്തം നമുക്കാണ്. അതായത് പിന്നെ നമ്മളെല്ലാം വാരി കൊടുക്കണം. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല, കുഞ്ഞുങ്ങളെ എന്താ ഉൾപ്പെടുത്താത്തത്? അപ്പം കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ പോയിന്റ്സുകളും നമ്മൾ വാല്യുബിളായിട്ട് നമ്മൾ ചെയ്ത് ഓരോ അടുത്തടുത്ത വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു നമ്പർ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത ഒരു ഗീവ് അവേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ നമ്പർ കൂടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സജഷൻസ് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. കാരണം ഓരോരോ വീഡിയോസും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. എനിവേ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോകൾ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.